വീര സവർക്കറെ അനുകൂലിച്ചുള്ള FB പോസ്റ്റ് പങ്കുവച്ചിരിക്കുകയാണ് മലപ്പുറം DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബാബു മോഹൻ കുറുപ്പ്. മാധ്യമ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കരുടെ FB പോസ്റ്റാണ് പങ്കുവച്ചത്. പലർക്കും സവർക്കറോട് വിയോജിപ്പും എതിർപ്പും ഒക്കെ കാണും എന്ന് കരുതി സത്യമല്ലാതെ ആകില്ലല്ലോ എന്നാണ് പോസ്റ്റ്. മലബാറിലെ ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാക്കളിൽ ഒരാളാണ് അഡ്വക്കേറ്റ് ബാബു മോഹൻ കുറുപ്പ്. വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേരുകയാണ്. ശിവദാസ്, എനിക്ക് ആകെ ആശങ്കയുള്ളത് ബാബു മോഹന്റെ കാര്യത്തിലാണ്. കാരണം അദ്ദേഹം ഇങ്ങനെ ഒരു വാസ്തവം, ചരിത്ര സത്യം ഷെയർ ചെയ്യുമ്പോൾ ഇതിന്റെ പിന്നിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ അടക്കം ഇടപെടാനുള്ളൊരു സാഹചര്യം ഞാൻ കാണുന്നുണ്ട്. എന്താണ് അഡ്വക്കേറ്റ് ബാബു മോഹന്റെ കുറിപ്പിൽ വ്യക്തമാക്കുന്നത്? ഒപ്പം ശ്രീജിത്ത് പണിക്കർക്കും അല്ലെങ്കിൽ ഈ ചോദ്യത്തിനും എങ്ങനെയാണ് അദ്ദേഹം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത്? അശ്വതി, അഡ്വക്കേറ്റ് ബാബു മോഹനക്കുറുപ്പ് മലബാറിലെ തന്നെ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. അവരുടെ കോൺഗ്രസിന്റെ മുഖപത്രമായ വീക്ഷണത്തിൽ അടക്കം തുടർച്ചയായി ലേഖനങ്ങൾ എഴുതുന്ന ഒരു വ്യക്തി കൂടിയാണ്. അവരുടെ മലബാറിലെ സമുന്നതനായ ഒരു നേതാവാണ്. ഒരു ബുദ്ധിജീവിയായിട്ടാണ് അദ്ദേഹം പലപ്പോഴും കോൺഗ്രസിന്റെ വേദികളിലൊക്കെ ഉണ്ടാകാറുള്ളത്. അദ്ദേഹമാണ് ഇത്തരത്തിൽ ശ്രീജിത്ത് പണിക്കരുടെ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്നത്. വീര സവർക്കറെ കുറിച്ചുള്ള പോസ്റ്റാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലെ വിവാദമൊക്കെ നമുക്കറിയാം. വീര സവർക്കറെ കുറിച്ച് ഒരു അധ്യാപകൻ ചോദ്യം തയ്യാറാക്കി. അതിനുശേഷം ആ അധ്യാപകനെ, കാസർഗോഡുള്ള അധ്യാപകൻ, അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത വിഷയമൊക്കെ നമുക്കറിയാം. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ശ്രീജിത്ത് പണിക്കർ, രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയായ ശ്രീജിത്ത് പണിക്കർ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പോസ്റ്റ് ചെയ്തിരുന്നു. അതിൽ ഇങ്ങനെയാണ് പറയുന്നത്: കാര്യം പലർക്കും സവർക്കറോട് വിയോജിപ്പും എതിർപ്പും ഒക്കെ കാണും, പക്ഷേ എന്ന് കരുതി സത്യമല്ലാതെ ആവില്ലല്ലോ. എന്തായാലും സ്കൂൾ ചോദ്യക്കടലാസിലെ ചോദ്യത്തിലും ഉത്തരത്തിലും മറ്റൊന്നുമില്ല. അതുകൊണ്ട് സസ്പെൻഷൻ കിട്ടിയ അധ്യാപകൻ ധൈര്യമായി കോടതിയെ സമീപിക്കണം. ഭരിക്കുന്ന സർക്കാരിന് ഇഷ്ടമല്ലെന്ന് കരുതി ചരിത്ര വസ്തുതകൾ മാറില്ലല്ലോ എന്നായിരുന്നു ശ്രീജിത്ത് പണിക്കരുടെ FB പോസ്റ്റ്. ഈ പോസ്റ്റാണ് ഇദ്ദേഹം ഷെയർ ചെയ്തിരിക്കുന്നത്. കാരണം കൃത്യമായി തന്നെ ബോധ്യം ഉള്ളതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുന്നത്. കാരണം പലപ്പോഴും ലേഖനങ്ങൾ എഴുതുന്ന ഒരു വ്യക്തി കൂടിയാണ് ബാബു മോഹനക്കുറുപ്പ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ കൃത്യമായ വ്യക്തതയും ബോധ്യവും ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം കൃത്യമായി തന്നെ ശ്രീജിത്ത് പണിക്കരുടെ ഈ പോസ്റ്റ് അദ്ദേഹം ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിരിക്കുന്നത്. പിന്നീട് അദ്ദേഹം ഇത് പോസ്റ്റ് പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ പോലും കൃത്യമായി തന്നെ ഒരു കോൺഗ്രസ് നേതാവ് കൂടിയാണ് ഈ ഒരു സത്യം തുറന്നു പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം കൂടിയാണ് അശ്വതി. ശരി ശിവദാസ, വിവരങ്ങൾ വ്യക്തമാണ്. സവർക്കറെ അനുകൂലിക്കുകയല്ല ചെയ്തത്, അദ്ദേഹം ഒരു ചരിത്ര സത്യം വിളിച്ചു പറയുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവാണ് ഇത്തരത്തിൽ സവർക്കറെ അനുകൂലിച്ചുകൊണ്ടുള്ള പോസ്റ്റ് ഷെയർ ചെയ്തത്. ഏറ്റവും പ്രധാനപ്പെട്ട വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ശിവദാസ് കന്മനം.